പുരാതന കാലം മുതൽക്ക് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ എത്തി കൃഷ്ണനെ ഇങ്ങനെ ആരാധിച്ചു വരുമായിരുന്നു. ക്ഷേത്രത്തിലെ നെയ്വിളക്ക് തെളിയിക്കുക എന്നുള്ള ചടങ്ങായിരുന്നു ഏറ്റവും കാലപ്പഴക്കം കൊണ്ട് തന്നെ ഭക്തർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും നമ്മുടെ കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ടതുമായിട്ട് കണക്ക് കൂട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭക്തരെല്ലാവരും നെയ്വിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടിൽ തന്നെയായിരുന്നു. എന്നാൽ ഈ നെയ്വിളക്ക് തെളിയിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ചടങ്ങ് എല്ലാവരെ കൊണ്ടും കൂട്ടിയാൽ കൂടൂലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നെയ്ക്കൊക്കെ അന്നേ കാലത്ത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് ഉപയോഗിച്ചിരുന്നുണ്ടായിരുന്നുള്ളൂ. എത്രയൊക്കെ നമ്മുടെ മനസ്സിൽ ഭക്തി ഉണ്ട് എന്ന് വെച്ചാലും നെയ്വിളക്ക് തെളിയിക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയ എന്താ പറയുക ഭാരം പിടിച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു. അതായത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്ന് തന്നെ പറയാം. അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഗുരുവായൂരിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഭക്ത ഒരു അമ്മയായിരുന്നു കേട്ടോ. ക്ഷേത്രത്തിലേക്ക് വരികയും ആ അമ്മ സ്വന്തം വീട്ടിൽ കടഞ്ഞുണ്ടാക്കിയിട്ടുള്ള വെണ്ണയും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു കൈപ്പിടി കേട്ടോ, ആ കുഞ്ഞിക്കൈക്ക് പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പിടി ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ മനസ്സിലാണെങ്കിൽ ആകെ ഭക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും എൻ്റെ കണ്ണന് വേണ്ടിയിട്ട് ഒരു പിടി വെണ്ണ കൊടുക്കാന്നുള്ളതിലാണ് അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. തൻ്റെ കയ്യിലുള്ള ആ വെണ്ണപ്പൊതി അങ്ങോട്ട് ഗുരുവായൂരപ്പനെ നീട്ടിയിട്ട് ഗുരുവായൂരപ്പനോട് പറയാണ്, എൻ്റെ കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ടത് വെണ്ണയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അമ്മ ഇപ്രാവശ്യം വരുമ്പോൾ ഒരു പിടി വെണ്ണ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നെക്കൊണ്ട് നെയ്വിളക്ക് കത്തിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണന് വേണ്ടി ഞാൻ ഈ വെണ്ണ ഇവിടെ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. അന്നേ ദിവസം അമ്മ അവിടെ കൊടുത്തിട്ടുള്ള ഒരു പിടി വെണ്ണയില്ലേ, ആ വെണ്ണ കൊണ്ടാണ് വിളക്ക് കത്തിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ആ വിളക്കിനാണെന്നുണ്ടെങ്കിൽ ഒരു ദിവ്യപ്രഭ തന്നെ ഉണ്ടായിരുന്നത്രേ. നമ്മളൊരു ഓര എന്നൊക്കെ പറയില്ലേ, അതായത് ഭഗവാന് ആ വെണ്ണ വിളക്ക് ഭയങ്കരമായിട്ട് ബോധിച്ചു എന്നാണ് പറയണത് കേട്ടോ. ആ ദിവസം വന്നിട്ടുള്ള എല്ലാ ഭക്തർക്കും ഈ കാഴ്ച ഭയങ്കര അത്ഭുതമായിരുന്നു അത്രേ. ഈ ഒരു പിടി വെണ്ണ കൊണ്ട് ഒരു ദിവസത്തിൽ മുഴുവൻ ഒരു 24 മണിക്കൂർ വിളക്കങ്ങോട്ട് കത്തി എന്നാണ് പറയണത് കേട്ടോ. ആ അമ്മയുടെ ഒരു ഭക്തിയാണ് അതിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അമ്മ സ്വന്തം കൈ കൊണ്ട് ഭക്തിപൂർവം കണ്ണന് കൊടുത്തിട്ടുള്ള വെണ്ണയാണ്. ആ വെണ്ണയുടെ പ്രകാശം ഗുരുവായൂർ അമ്പലത്തിൽ നിറഞ്ഞു നിന്നു എന്നാണ് പറയുന്നത്. ആ ദിവസം മുതൽ ഗുരുവായൂർ അമ്പലത്തിലെ വിളക്കുകൾക്കൊക്കെ പ്രത്യേക പ്രകാശം കാണാൻ സാധിച്ചു എന്നാണ് അവിടെയുള്ളവർ പറയുന്നത് കേട്ടോ. അങ്ങനെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും അതൊരു ഐശ്വര്യത്തിൻ്റെ വിളക്ക് തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം എല്ലാവരും വിശ്വസിച്ച് വരുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ മനസ്സിലുള്ള ഭക്തിയാണ് ഏറ്റവും വലിയ വഴിപാടായിട്ട് ഭഗവാന് കൊടുക്കേണ്ടത്. ഭഗവാൻ ഒരിക്കലും നമ്മുടെ ആരുടെയും കയ്യിലുള്ള സ്വർണ്ണമോ പണമോ ഒന്നും കണ്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഭക്തിപൂർവം ഭഗവാന് കൊടുക്കുന്ന 1 രൂപയുടെ നാണയം വേണ്ട, ഒരു തുളസി മാല അല്ലെങ്കിൽ വേണ്ട, ഒരു തുളസി പൂവായാലും ഭഗവാന് സന്തോഷമാണ്. അത് മതി ഭഗവാന് എന്നാണ് പറയുക. ഇതിൽ നിന്നും ഭക്തർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നതിൽ സമ്പത്തല്ല, സമ്പത്തിനെ കാട്ടിയും നമ്മുടെ മനസ്സിനകത്തുള്ള ഭക്തിയാണ് ഭഗവാന് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഭക്തി പുരസ്കരം നമ്മൾ ഭഗവാനെ കുമ്പിടുക, ഹരേ കൃഷ്ണ എന്ന്. ഭഗവാനേ